തിരുവനന്തപുരം മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പെരുമഴയത്ത് നടുറോഡിൽ കുടുംബത്തിന്റെ പ്രതിഷേധം. 2 മക്കൾക്കും പ്രായമായ അമ്മയ്ക്കുമൊപ്പമാണ് ഷിജിന്റെ ഭാര്യ ഷിജി റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. രക്ഷാപ്രവർത്തനത്തിലുണ്ടായ പരാതികളിൽ ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് മൗനം വെടിഞ്ഞു. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മുതലപ്പുഴയിലടക്കം സന്ദർശനം നടത്താൻ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ ജോണിന്റെ മകൾ ജിജിയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫോണിൽ ഇന്ന് ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയെ വിമർശിച്ച ജിജിക്ക് എതിരെ ശക്തമായ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുന്നുമുണ്ട്. വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ 10 വർഷം അപകടത്തിൽപ്പെട്ട് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കണക്കും ഫിഷറീസ് വകുപ്പ് പുറത്തുവിട്ടു. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ കാര്യക്ഷമമല്ല എന്ന ആക്ഷേപത്തിനിടെയാണ് ഫിഷറീസ് വകുപ്പിന്റെ നീക്കം. അതേസമയം രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിൽ കണ്ണൂർ ജില്ലാ ഭരണകൂടം വീഴ്ച സമ്മതിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ പ്രളയ ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണോ സംസ്ഥാന സർക്കാരും സംവിധാനങ്ങളും? കാണാം RDX റാപ്പ്. അഞ്ചുതെങ്ങിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഷിജിനെ കാണാതായി 8 ദിവസമായിട്ടും കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ലെന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഏറെ പരാതിപ്പെട്ടിട്ടും വേണ്ട നടപടി ഉണ്ടാകാതിരുന്നതോടെ ഷിജിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. സർക്കാരിന്റെ ആനുകൂല്യങ്ങളല്ല, തനിക്ക് നീതിയാണ് വേണ്ടതെന്ന് ഷിജിന്റെ ഭാര്യ സ്റ്റിജി പറഞ്ഞു. അതിനിടെ വിമർശനങ്ങളെല്ലാം തള്ളി ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ രംഗത്തെത്തി. കാണാതായവർക്കായി നിരന്തരം നിരീക്ഷണം നടത്തുകയാണ്, മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരം നൽകാൻ അബ്ദുൽ ഗഫൂർ തയ്യാറായില്ല. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ സമ്മതിച്ചു. ഫ്രീസർ ആംബുലൻസ് ഉൾപ്പെടെ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. എന്നാൽ കളക്ടറുടെ വിമർശനങ്ങളെല്ലാം തള്ളിയായിരുന്നു പയ്യന്നൂർ തഹസിൽദാരുടെ വിശദീകരണം. പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് കരുതുന്നില്ലെന്നും തഹസിൽദാർ പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഷിജിനെ കണ്ടെത്തുമെന്ന് വാക്കുമാത്രം പോരാ, അത് നടപ്പാക്കണമെന്ന് ഷിജിനിന്റെ കുടുംബം ഇന്ന് പറഞ്ഞു. അവിടെ സമരം നടത്തുകയായിരുന്നു അവർ. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. എനിക്ക് അവരുടെ വാക്ക് വേണ്ട, എനിക്ക് പ്രവർത്തനമാണ് കാണേണ്ടത്. അല്ലാതെ അവരുടെ വാക്ക് തന്നെ വീട്ടിൽ പോയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവരുടെ വാക്കായിട്ട് 8 ദിവസം ഇരുന്നില്ലേ, അവരെന്തോ ചെയ്തു. തിരച്ചിലൊന്നും നടക്കുന്നില്ല. ഞാൻ പോയപ്പോഴാണ് കപ്പൽ വരുന്നത്. ഞാൻ ഇവിടെ പൊഴി പോയിട്ടാണ് ഇവിടെ വന്നത്. കപ്പൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാ മതിയാ, 2 കറക്കൊക്കെ കറക്കി മതിയാ. പോവാൻ പറ്റത്തില്ല. ഇവിടെ ചത്ത ഇവിടെ കിടന്ന് ചാവും. എനിക്ക് എന്റെ ഭർത്താവിനെയാണ് വേണ്ടത്, എനിക്ക് അതാണ് വേണ്ടത്. അതിനവർ തീരുമാനം ഉണ്ടാക്കട്ടെ. കൃത്യമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറിന്റെ വിശദീകരണം. മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞു മാറുകയും ചെയ്തു. സെർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലത്തും കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീമും അതുപോലെ ഡ്രോൺ സെർച്ചും ഒക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ സെർച്ച് ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ളത് തന്നെയാണ്. ഏറെ വൈകിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്നും സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ആരംഭിക്കാനായില്ല. മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം തന്നെ ആരംഭിച്ചത്. ഇത്രയും ദിവസമായിട്ട് എൻ്റെ ഷിജിനേട്ടനെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ എനിക്കെൻ്റെ ഷിജിനേട്ടനെ കിട്ടണം എന്നാണ് ഞങ്ങളോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നത്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോടുള്ള അനാദരവ് സമ്മതിച്ചു ജില്ലാ കലക്ടർ. വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പയ്യന്നൂർ തഹസിൽദാർ പക്ഷേ പറയുന്നത്. നമ്മളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടെ സംഭവിച്ച കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വരുന്നേ ഉള്ളൂ. നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം അവർ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അന്യായമായ തുക എന്നുള്ളതുകൊണ്ടാണ് ആരോഗ്യവകുപ്പിനെ ഏൽപ്പിച്ചത്. തീർച്ചയായും വീഴ്ച വന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ ഏത് ബുദ്ധിമുട്ടുകളും ഏത് സമയത്തും പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. രാജേഷിന്റെ മൃതദേഹം ഫ്രീസറുള്ള ആംബുലൻസിൽ കൊണ്ടുപോകാമെന്ന് കലക്ടർ ഉറപ്പ് നൽകിയിരുന്നുവെന്നും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ MLA പറഞ്ഞു. ഈ ഫ്രീസറുള്ള ആംബുലൻസിന്റെ
വിവരം പറഞ്ഞപ്പോഴും ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതാണ്, ഫ്രീസർ ഉള്ള ഒരു ആംബുലൻസ് തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് ഉചിതം എന്ന് പറയുകയും ആ ഉത്തരവാദിത്വവും ജില്ലാ കളക്ടർ ഏറ്റെടുത്തതാണ്. താൽക്കാലിക ആശ്വാസവാക്കുകളല്ല, ശാശ്വത പരിഹാരമാണ് ഉണ്ടാവേണ്ടത് എന്ന് വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മകൾ ജിജി പറഞ്ഞു. ആശ്വസിപ്പിച്ച ശേഷം തങ്ങളുടെ ആവശ്യം കേൾക്കും മുന്നേ മുഖ്യമന്ത്രി ഫോൺ കട്ടാക്കിയെന്നും ജിജി പറഞ്ഞു. നമുക്ക് വേണ്ടത് ആശ്വാസവാക്കുകളെക്കാൾ ഉപരി നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ട് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്നാണ്. 8 ദിവസം കഴിഞ്ഞിട്ട് 3 പേരെ കണ്ടെത്താനായില്ലെന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു വീഴ്ച തന്നെയല്ലേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് സമയപരിമിതി മൂലം അദ്ദേഹം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങളൊന്നും പറഞ്ഞില്ല, പറയാനായിട്ട് പോകുന്നതിന് മുമ്പേ കട്ട് ചെയ്തു. ഇതിപ്പം ഇതെല്ലാം തുടരുകയാണ്, ഈ സങ്കടവും ബുദ്ധിമുട്ടുകളും എല്ലാം തുടരുകയാണ്. 7 ദിവസം അല്ല 7 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ടാണ്. മഴ നിൽക്കുന്നതായിട്ടും കാണുന്നില്ല. നമ്മൾ ഈ സർക്കാരിനെ വല്ലാതെ കൂടുതൽ ഇത്തരം ഒരു അപകട സമയത്ത് വിമർശിച്ച് ഇന്നലെ പറയേണ്ടതെല്ലാം നമ്മൾ പറഞ്ഞാണ്. ഇപ്പോഴും കാര്യങ്ങളിങ്ങനെ പോവുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ആശ്വസിച്ചതാണ്. പക്ഷേ അദ്ദേഹം അവർ പറയേണ്ടത് മുഴുവൻ കേട്ട് ഇതിന് ശേഷം ഫോൺ വെക്കുന്നതായിരുന്നു ഉചിതം എന്നൊരു തോന്നൽ ഇപ്പോഴും എനിക്കുണ്ട്. എന്താ എങ്ങനെ കാണേണ്ടത് സനീഷ്? അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞത് കാര്യം തന്നെയാണ്. അതായത് ഒപ്പമുണ്ടെന്ന തോന്നൽ എങ്കിലും ഇവർക്ക് ഈ വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം. അത് സർക്കാർ ആ നിലയ്ക്ക് പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ ഓരോ കേസുകൾ എടുത്ത് നോക്കിക്കോളൂ. ഇപ്പോൾ പയ്യന്നൂർ MLA പറയുന്നുണ്ട്, ഞാൻ കളക്ടറോട് സംസാരിച്ചതാണ്, രാജേഷിൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ഫ്രീസറുള്ള ആംബുലൻസ് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും അത് ഉറപ്പ് നൽകിയിട്ടും അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ സിസ്റ്റം പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് ഉത്തരവാദി ആരാണ്? ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു ഉത്തരവാദിത്തമുണ്ടോ? അക്കൗണ്ടബിൾ ആണ് എന്നുള്ള തോന്നൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇന്നലത്തെ ചർച്ച കഴിഞ്ഞപ്പം ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞതാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ വ്യാപകമായി നടന്നിരിക്കുന്ന ട്രാൻസ്ഫറുകളാണ്. ഈ ട്രാൻസ്ഫറുകൾ ഈ കാര്യങ്ങളെ കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പിൻ്റെ കാര്യത്തിൽ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണെന്ന് കൂടി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് ഒരു പ്രശ്നമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. കാരണം ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ ട്രാൻസ്ഫറുകൾ നടത്തി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറയുകയാണ്, ഞങ്ങളെല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യും, കൈകാര്യം ചെയ്യും എന്ന് ഒരു രാഷ്ട്രീയ നേതാവായി മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഇന്നലെ നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേട്ടു. അതായത് എല്ലാം ഞങ്ങൾ ഓർത്തു വെക്കും, പണ്ടത്തെ പോലെയല്ല, ഓർത്തു വെച്ചിട്ട് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താം. ആർക്ക്? KPCC പ്രസിഡന്റിന് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അത് ചെയ്യുന്നതിലൊരു അനൗചിത്യമുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്നിപ്പോൾ ഇവർ ഇന്നലെ ഇപ്പോൾ ജോൺ എന്ന കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകൾ ജിജി മാത്രമല്ല, ജിജിയുടെ ആങ്ങളെയും വളരെ കൃത്യമായി എന്താണ് പ്രശ്നങ്ങൾ. അതായത് ജോണിനെ കാണാതായി 8 ദിവസമായി. പക്ഷെ ജോണിൻ്റെ മകൾ വന്നിട്ട് പറയുകയാണ്, ഇവിടെ ഈ തീരത്തെ പ്രശ്നം ഇന്നതൊക്കെയാണ്, ഇതിന് ശാശ്വത പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അവരെ പൂർണ്ണമായി കേൾക്കുക തന്നെയല്ലേ വേണ്ടത്. അവർ സ്വാർത്ഥമായി അവരുടെ അച്ഛൻ്റെ കാര്യം മാത്രം പറയാനുമല്ല ഉദ്ദേശിക്കുന്നതെന്ന് ഓർക്കണം. ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് അവരുടെ സ്വാർത്ഥത പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഈ ലീഗ് കോൺഗ്രസ് ഐഡികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ്? അവർ നിലവിളിക്കുക, അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുക, അത് ചാനൽ ക്യാമറകളിൽ ഇങ്ങനെ വരിക. ഇതിനപ്പുറത്ത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് കൃത്യമായി മുന്നറിയിപ്പുകൾ തന്നില്ലെങ്കിൽ ഇവിടെ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. ഇത്ര നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇന്നതാണ് പ്രശ്നം. വളരെ കൃത്യമായി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പറയുമ്പോൾ ഇതിങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ പ്രതികരിക്കണം. അവരുടെ അച്ഛനെ കാണാതായിരിക്കില്ലേ, അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ എങ്ങനെയാണ് വിധി എഴുതാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമില്ലേ? അവർ മാത്രമല്ല, അവരുടെ മാനസികാവസ്ഥ എന്താണ്? അവരുടെ അച്ഛനെ കാണാതാകുമ്പോൾ അവർ പലതരം മാനസികാവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോവുക.
അപ്പോഴും അവർ ഈ പ്രശ്നത്തിൻ്റെ പൊതുവായി അഡ്രസ്സ് ചെയ്യാനും ആ തീരത്ത് നിലനിൽക്കുന്ന ഈ കേരളത്തിൻ്റെ ഈ പറയുന്ന തീരദേശ മേഖലയിൽ എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. പലതരത്തിൽ ഈ കാണാതായ കുടുംബങ്ങൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഇന്നിപ്പോൾ ഷിജിലിൻ്റെ ഭാര്യ എന്താണ് ഹൃദ്രോഗിയായിട്ടുള്ള മകനെയും കൂടെ കൊണ്ടുവന്ന് വഴിയിലിരുത്തിയിട്ടാണ് മഴയും നനഞ്ഞിട്ട് സമരം ചെയ്യുന്നത്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആ സമരത്തെ നമ്മളൊരു അക്രമ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ അതിന് താഴെ വന്ന ആളുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ത് സങ്കടകരമാണ്. കേരളത്തിൽ നമ്മളത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ പയ്യന്നൂർ എന്താണ് സംഭവിച്ചതെന്ന് ഇത്രയും സംഭവിച്ചു. ഈ കേരളത്തിൽ എല്ലാവർക്കും ബോധ്യമായി. മിനിഞ്ഞാന്ന് ബോധ്യമായില്ലെങ്കിലും ഇന്നിപ്പോൾ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ കൃത്യമായി ബോധ്യപ്പെട്ട് അവരത് പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. വല്ലാത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് എന്നുള്ളത്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് അവരെല്ലാവരും പറയുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് തഹസിൽദാർ പറയുന്ന സ്ഥിതി അവിടെയുണ്ട്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന്. ഈ കൺഫ്യൂഷനാണ്. ഏകോപനത്തിലെ വലിയ കുഴപ്പം ഇവിടെയുണ്ട്. അതെങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ആ ദുരന്ത കാലത്ത് ഏകോപനം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഓർക്കണ്ടേ. ചില കാര്യത്തിൽ ശരിയാണ്. ചിലപ്പോൾ ഈ പറയുന്ന ഇടതുമുന്നണി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ ഒരു ആംബുലൻസ് ഇങ്ങനെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതിന് സ്വകാര്യ ആംബുലൻസുകാർ വലിയ പൈസയൊക്കെ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്ന അങ്കലാപ്പ് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടും. പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ട് അവർ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ വിളിച്ചു കൊടുക്കാനോ ഒക്കെ ഇടപെടും. ആ ഇടപെടൽ എന്തായാലും UDF സർക്കാരിൻ്റെ കാലത്ത് UDFൻ്റെ യുവജന സംഘടനകളൊക്കെ അങ്ങനെ അങ്ങ് ഇടപെട്ട് കളയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം വയനാടൊക്കെ നമുക്ക് മുന്നിൽ ഉദാഹരണമായുണ്ട്. വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും ഇതുവരെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മുന്നിൽ ഉദാഹരണമായി ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സിസ്റ്റത്തെ നന്നായി ചലിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടായിരിക്കണം. അങ്ങനെ അത് നടക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ സിസ്റ്റം നന്നായി ചലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതുണ്ടാവുന്നില്ല. അത് വലിയ സങ്കടകരമായ കാര്യമല്ലേ. ഏറ്റവും എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം ഈ ജോണിൻ്റെ മകളെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കടൽ തീരത്തേക്ക് പോയാൽ അറിയാമല്ലോ കുഴപ്പം എന്താണെന്നുള്ളത് എന്ന്. പിണറായി വിജയൻ പോയപ്പോൾ വിഴിഞ്ഞത്ത് പിടിച്ചു നിർത്തിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് പിണറായി വിജയനോട് പ്രതിഷേധിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പോവില്ല എന്നെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാൻ പറ്റുക? അന്നങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കടത്തീരത്തേക്ക് ഇനിയില്ല. എങ്ങനെ അങ്ങനെ പിണറായി വിജയനെ അവിടെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞ് പ്രതിഷേധം അറിയിച്ചെങ്കിൽ അപ്പോൾ ഈ VD സതീശൻ പിണറായി വിജയനൊപ്പമായിരുന്നോ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമായിരുന്നോ? അന്ന് അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമായിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇപ്പോൾ എന്താ അദ്ദേഹം ചെയ്യേണ്ടത്? അന്ന് അങ്ങനെ സംഭവിച്ചു, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല, അദ്ദേഹം തിരുത്തി ഞാൻ ഇങ്ങനെ ഇടപെട്ട് കാണിക്കാം എന്ന് അദ്ദേഹം ചെയ്ത് കാണിക്കണം. അത് ചെയ്യുന്നില്ല. അതിന് പകരം അന്നത്തെ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് സാധ്യമാകുക? അതിപ്പോൾ ഇദ്ദേഹമല്ല കേട്ടോ, LDFൻ്റെ ഒരു സർക്കാർ നാളെ അധികാരത്തിലെത്തുകയാണ്, അതിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇപ്പോൾ അന്ന് പിണറായി വിജയനെ തടഞ്ഞു, പിന്നീട് VD സതീശൻ അത് പേടിച്ചു പോയില്ല, അതുകൊണ്ട് ഞാനും പോകുന്നില്ല എന്നും തീരുമാനിക്കാൻ പാടില്ല. മാത്രമല്ല ഇതിന് അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം വംശീയമായ അധിക്ഷേപമാണ്, അതിനകത്ത് സംശയമില്ല. അതിൻ്റെ തുടർച്ചയായി പിന്നീട് അങ്ങോട്ട് വ്യാപകമായ അധിക്ഷേപം തുടരുകയാണ്. അത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് ഒരു തരത്തിലും മനസ്സിലാവാത്ത ഒരു വിഭാഗമുണ്ട് എന്ന് നമ്മൾ സങ്കടത്തോടെ തിരിച്ചറിയുകയും കൂടിയാണ്. കാരണം ഇത് ആ പറയുന്നതിലും അവർ രാഷ്ട്രീയം മാത്രം കാണുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അതന്ന് പിണറായി വിജയനെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു നിർത്തിയപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളിലും ഒരു പരിധിവരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വേറൊരു രൂപത്തിൽ അത് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു വിഭാഗം ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന എന്താണ് കൂടുതൽ വിസിബിലിറ്റി ഉള്ള ഒരു വിഭാഗം, അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ തൽക്കാലം ഗണിക്കാം. അവർക്ക് അനുകൂലമായ ഒരു കാര്യം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഗംഭീരം. ഇപ്പോൾ നമ്മുടെ മധ്യ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ സംഭാവന ചെയ്യുന്ന പ്രദേശത്ത് നിന്നുള്ള ആളുകൾ വെള്ളത്തിനടിയിൽ പെടുമ്പോൾ അവരെ രക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾ വന്നാൽ അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ രക്ഷകരും പട്ടാളവും ഒക്കെയാണ്. അവർക്കൊരാവശ്യം വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനെ വംശീയമായി അധിക്ഷേപിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ കുഴപ്പമുണ്ടാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ പലതരത്തിലുള്ള ഈ കേരളം എന്ന സ്റ്റേറ്റിൻ്റെ അകത്ത് പല തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. പല ജീവിതാവസ്ഥയിലുള്ള ആളുകളുണ്ട്. വല്ലാത്ത സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. താരതമ്യേന മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവർ അഗ്രസീവായി തന്നെ അവർ പ്രതികരിക്കും. കാരണം അവർക്ക് നീതി നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അവർക്കുണ്ട്.
അതുകൊണ്ടാണ് അഗ്രസീവായിട്ട് പ്രതികരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞങ്ങളെ അങ്ങനെ എഴുതിത്തള്ളുന്നു വാറി വരുന്ന സർക്കാരുകൾ എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണല്ലോ അവർ ആ രീതിയിൽ പ്രതികരിക്കുന്നത്. എപ്പോഴും അവരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗത്തെ തൊട്ടുകൊണ്ടാണ് എല്ലാ മുന്നറിയിപ്പുകളും ഇവർ കൈകാര്യം ചെയ്യുക. അതായത് കണ്ണൂർ കാറ്റ് വീശുമെന്ന് തോന്നിയാൽ കടലിൽ പോകരുതെന്നുള്ള ഒരൊറ്റ അറിയിപ്പ് കേരളത്തിൽ കൊടുക്കുമെന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ എങ്ങനെയാണ് പോകാതിരിക്കുക? നമുക്ക് കുടുംബം പുലർത്തണ്ടേ? ആവശ്യങ്ങളില്ലേ? അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് കടലിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ കൂടി ആക്യുറേറ്റ് ആക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ആരെങ്കിലും കാണാതെ പോയാൽ മത്സ്യത്തൊഴിലാളികളെ സഹകരിപ്പിക്കണം. ആ കാര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സേനകൾക്കും ഒക്കെ പ്രശ്നമുണ്ട്. കാരണം ഇവരെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു തെരച്ചിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുക തന്നെ ഇല്ല. ഇവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ തീരത്തും തമിഴ്നാടിൻ്റെ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അങ്ങ് ഡിയോഗോ ഗാർഷിയയിൽ വരെ പോയി മീൻ പിടിക്കുന്ന ആളുകളാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവർക്ക് കടലിനെ അത്രയും അറിയാവുന്നവർ കൂടിയാണല്ലോ. അവർക്ക് ഈ സാങ്കേതികമായ സൗകര്യങ്ങളും കപ്പലുകളും അല്ലാത്തതുകൊണ്ടാണല്ലോ വള്ളത്തിൽ പോയി ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതുമൊക്കെ. അപ്പോൾ അവർക്ക് പക്ഷേ കടലറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ കടലറിയാവുന്ന അവരെ കൂടി സഹകരിപ്പിക്കുകയല്ലേ വേണ്ടത്. ആ കാര്യത്തിൽ എല്ലാവരും ഇതായത് കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്നങ്ങ് സ്വയം തീരുമാനിച്ച് അവരെ പിന്നെ അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് വേണ്ടത്. 8 ദിവസമായി സനീഷ്. ഇത് അതായത് ഈ പ്രകൃതി ദുരന്തം എന്നുള്ളത് ഇത് ആ പ്രകൃതി ദുരന്തത്തിൻ്റെ ബാക്കി തന്നെയാണല്ലോ. അത് ഇവിടെ പത്തനംതിട്ടയിൽ ഉരുൾപൊട്ടിയപ്പോഴും കുട്ടനാട്ടിൽ അതിനുശേഷം വെള്ളം കയറിയപ്പോഴും ഒക്കെ സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിച്ചതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കുട്ടനാട്ടിൽ വെള്ളം കയറുന്നത്. അപ്പോൾ അതെല്ലാം പതുക്കെ സെറ്റിലായിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ ഈ പ്രശ്നത്തിൽ ഒരു ക്ലോഷർ കിട്ടാതെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇങ്ങനെ മത്സ്യമേഖലയിൽ നിന്നുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ അലമുറയിട്ട് കരഞ്ഞ് റോഡിൽ സമരം ചെയ്ത് മുഖ്യമന്ത്രിയെ വിളി ഒക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കേൾക്കാനുള്ളത് പേഷ്യൻസോടെ കേട്ടില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി ഇത് തന്നെയാണ്. അതായത് തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രി വിഴിഞ്ഞം വരെ വന്ന് ഞങ്ങളെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ കൂട്ടാക്കിയില്ല, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇന്നെന്തായാലും CP ജോൺ അവിടെ ചെന്നു, അവരുമായി ചർച്ച നടത്തി. ഈ കാര്യത്തിൽ അവർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചില കമൻറ്റുകൾ തന്നെയാണ് തീർച്ചയായും CP ജോണിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ചെറിയ രീതിയിലുള്ള രോഷപ്രകടനമൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായി. ഇതൊക്കെയാണെങ്കിലും നമുക്കൊരു തകരാറുണ്ട് എന്നുള്ള തോന്നൽ തന്നെയാണ് അവസാനമായി നമുക്ക് ബാക്കിയാവുന്നത്. അതായത് ഈ വെള്ളപ്പൊക്കം കാലം കഴിയുമ്പോൾ ഇതിപ്പോൾ പ്രളയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സംഭവമല്ല, ഒരു പ്രളയമല്ല. അതായത് ക്യാമ്പുകളിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം തന്നെ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മുൻകാലങ്ങളിലുണ്ടായ പ്രളയ സമാനമായ ദുരന്തങ്ങളോ പ്രളയമോ തന്നെ കണക്കിലെടുത്താൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നമാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ മുഴുവൻ സംസ്ഥാനത്തെ ഭൂരിഭാഗം ജനങ്ങളെയും ബാധിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. മറ്റതങ്ങനെ ആയിരുന്നില്ല. സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഈ പറയുന്ന ഹണിമൂൺ പീരീഡിൽ സംഭവിച്ച ഒരു ദുരന്തം, സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡിൽ സംഭവിച്ച 3 മാസം പോലും തികയുന്നതിന് മുമ്പ് സംഭവിച്ച ഒരു ദുരന്തം എന്ന മട്ടിൽ നമുക്കതിനെ തള്ളിക്കളയാനാവില്ല. ഈ സിസ്റ്റത്തെ തിരുത്തും എന്ന് പ്രഖ്യാപിച്ചു വന്നവരാണ്. അതിൻ്റെ ലക്ഷണം കാണിക്കുകയെങ്കിലും വേണം. ഇപ്പോൾ അത് തിരുത്തുമൊന്നും വേണ്ട, പക്ഷേ അതിൻ്റെ ലക്ഷണം കാണിക്കണം. ആ ലക്ഷണം കാണിക്കുന്നില്ല. അല്ല, അത് തന്നെയാണ് ഇന്നലെ നമ്മൾ വിശദമായിട്ടൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് പിന്നെയും നമ്മൾ എല്ലാ ദിവസവും നിന്ന് ഈ സർക്കാരിനെ വല്ലാതെ കുറ്റപ്പെടുന്നല്ലോ എന്ന തോന്നലും വരണ്ട. പക്ഷേ ഇതിനകത്തിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ഇവരുടെ ഈ രോഷപ്രകടനം എന്ന് പറയുന്ന ആളുകളെയും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയാണല്ലോ. പ്രത്യേകിച്ചും നമ്മൾ ഇന്നലെ പറഞ്ഞു മുസ്ലിം ലീഗുകാരാണ് കൂടുതലും ആയിട്ട് കാണുന്നത്, കോൺഗ്രസ്സുകാരുണ്ട്. അതായത് ജിജി കാണാതായ പിതാവിന് വേണ്ടി സംസാരിക്കുന്ന ജിജി വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പുറത്ത് നടക്കുന്ന സമരവും രാഷ്ട്രീയ പ്രേരിതം. സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ രോഷം ഇത്ര 8 ദിവസമായിട്ടും ഇതിൽ ഇങ്ങനെയാണ് സംവിധാനങ്ങൾ പെരുമാറുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയും ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അറിയാമല്ലോ എന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പരാമർശവും കൂടെ വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നതിന് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുകയാണ്. ഇവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് സർക്കാരിനെയോ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, താഴെ വന്നിട്ട് ഈ കമൻ്റൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രേരിതം എന്ന് വെച്ചാൽ 3 മാസം മുമ്പാണ് ഇടതുപക്ഷ സർക്കാരിനെ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് അതിരോഷം ആളുകൾ വോട്ടിലൂടെ പ്രകടിപ്പിച്ചത്. അത് 3 മാസം കൊണ്ടൊന്നും മാറിയിട്ടുണ്ടാകാൻ എന്ത് സാധ്യതയുള്ളത്? ഇവരെ വളരെ പ്രിയങ്കരമായിട്ട് സ്വീകരിച്ച ആളുകളായി ഈ ആളുകളെല്ലാം തന്നെയും. അതായത് നമ്മുടെ കടൽത്തീര മേഖലയിൽ നിന്നൊക്കെ വലിയ തോതിലാണ്
ഈ UDF അനുകൂലമായിട്ട് വോട്ട് വന്നത്? നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഈ കടൽത്തീര മേഖലയിലെ മനുഷ്യരെല്ലാം ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട്, എല്ലാവരും നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് UDF സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റു കേരളത്തിൽ എല്ലായിടത്തും എന്ന പോലെ വോട്ട് വന്ന് വീണ സ്ഥലമാണ്. അവർക്കൊരു രാഷ്ട്രീയ പ്രേരിതവും ഇല്ല. അതായത് ഈ സർക്കാരിനെതിരെ ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം, ഇവരുടെ ഭരണത്തിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്ക് വാദത്തിനെങ്കിലും സമ്മതിക്കാം. അതായത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, രാഷ്ട്രീയമായിട്ട് അവരുടെ ഒരു ധാരണ കൊണ്ടാണ് എന്ന്. ഇതിപ്പോൾ ഈ സർക്കാരിനോട് വിദ്വേഷമുണ്ടാകാൻ എന്ത് കാരണമാണ് അവർക്കുള്ളത്? ഈ സർക്കാരിനോട് പ്രിയങ്കര സ്വഭാവം മാത്രമല്ലേ കേരളത്തിൽ ഇപ്പോൾ 3 മാസം കൊണ്ട് എന്തെങ്കിലും മാറി മറിഞ്ഞോ? ആരെങ്കിലും MP ഗോവിന്ദൻ മാസ്റ്ററും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പിണറായി വിജയനും ഒക്കെ വളരെ പ്രിയങ്കരായിട്ട് പെട്ടെന്നങ്ങ് മാറിയോ? ഒന്നുമല്ല. ഇത് ഇവരുടെ ജീവൻ മരണ പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്ന രോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്ന് അറിയാൻ കോമൺ സെൻസ് മതി. പക്ഷേ ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ ഇവരെ ചീത്ത വിളിക്കുന്ന, ഇവരെ പോലും ചീത്ത വിളിക്കുന്ന, ഈ വലിയ ഗ്രീഫിൽ നിൽക്കുന്ന ഈ മനുഷ്യരെ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഈ മനുഷ്യർ തയ്യാറാവുന്നില്ല. കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടോ മറ്റോ അല്ല സംഭവിക്കുന്നത് എന്ന്. ഇതിപ്പോൾ നമ്മളൊരു പുതിയ സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇത് സംഭവിക്കുന്നത്. വളരെ ഫ്രഷായൊരു സർക്കാർ, വളരെ ഫ്രഷായിട്ട് 10 വർഷത്തിന് ശേഷം നല്ല ആക്റ്റീവായിട്ട് വന്ന് താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറേ കൂടെ ഊർജ്ജസ്വരമായിട്ട് ഇടപെടലേ ഉണ്ടാവുക. ഇതിപ്പോൾ 8 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ആ ഗ്രീഫിൽ നിൽക്കുന്നൊരു ഫാമിലിയെ വിളിക്കുന്നത്. ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായി, അവിടെ പ്രശ്നമുണ്ടായി, അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഒരു വിളി അങ്ങോട്ട് ചെല്ലണ്ടേ? അങ്ങനെ വിളി ഈ പറയുന്ന സംഗതികൾക്ക് ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോഴും അദ്ദേഹമാണ് ഫോൺ കട്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം അവർക്ക് പറയേണ്ടതായിട്ട് വരുന്നു എന്നത് ദുഃഖകരമാണ്. എനിക്ക് ഹർഷ, അതായത് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരോട് ബഹുമാനമുണ്ടായി തുടങ്ങിയ എന്ന് വെച്ചാൽ, രാഷ്ട്രീയ പ്രവർത്തകർ നമ്മൾ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയം, നമ്മൾ സിനിമയും സ്പോർട്സും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ശ്രദ്ധിക്കില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരോട് ബഹുമാനം ഇവർ കൊള്ളാമല്ലോ എന്ന തോന്നലുണ്ടായ ആദ്യ സന്ദർഭം ഞാൻ എപ്പോഴും ഓർക്കും. അത് ഞാൻ ഈ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ കോളേജിൽ വലിയ ഒരു തല്ലുണ്ടായി, സംഘർഷമുണ്ടായി. ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെന്ന് പറഞ്ഞ് 2 സംഘടനകൾ തമ്മിൽ തല്ലുണ്ടായി, എല്ലാവരും ആശുപത്രിയായി. ഞാൻ സംഗതി വശാൽ എൻ്റെ ഒരു സുഹൃത്തു കൂടെ ഇതിനകത്ത് പെട്ടിരുന്നത് കൊണ്ട് ആശുപത്രിയിൽ ഞാനുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, സംഘർഷം ഉണ്ടാകുന്നതാണല്ലോ, അന്ന് കണ്ണൂർ ആ ഭാഗത്തൊക്കെ വലിയ സംഘർഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടേക്ക് ആളുകൾ വന്നിട്ട് അവർ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ഒരു ഭാഗത്തിൻ്റെ ആളുകളുടെ ഒപ്പമാണ്. അപ്പോൾ അതിനകത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അയാൾ വന്ന കോളേജ് ചേർന്നതേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. പക്ഷേ അയാൾ സംഗതി വശാൽ ഈ സൗഹൃദമൊക്കെ ആയതുകൊണ്ട് അവിടെ ഈ സംഘർഷത്തിലുണ്ടായ അയാൾക്ക് പരിക്കേറ്റു. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, ഇവർ രാഷ്ട്രീയ നേതാക്കൾ, അവിടുത്തെ തലശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, നല്ല അത്യാവശ്യം മുതിർന്നൊരു നേതാവാണ്, നല്ല കുറച്ച് ആളുകൾ കൂടിയാണല്ലോ വരിക. അദ്ദേഹമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനിയായിട്ടുള്ള നേതാവ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ തല്ലേറ്റ് കിടക്കുന്ന ഈ കുട്ടിയുടെ സഹോദരനോ പിതാവോ ഒരു മുതിർന്ന ഒരാൾ വന്നു, എനിക്കത് ആരാണെന്ന് ഓർമ്മയില്ല, അദ്ദേഹം വന്നു. ഇവർ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്തോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റോ ആയിട്ടുള്ള, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തോ ഒരു ജോലിയുള്ള ഗൾഫിലോ മറ്റോ ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ബന്ധമില്ലാത്ത, അരാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരാളാണ്. അദ്ദേഹം വന്ന ഉടനെ സങ്കടത്തോടെയാണ് വരുന്നത്. കാരണം അയാൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വന്ന് ഈ കോളേജ് ചേർന്നേ ഉള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷത്തിൽപ്പെട്ടു. അതോ അന്നത്തെ കാലം എന്ന് വെച്ചാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇയാൾ ഭയങ്കര ബേജാറോടെയും വിഷമത്തോടെയും വന്നിട്ട് ഈ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് ആടെ സീനായി നിൽക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ നേതാവ് അവിടെ നിൽക്കുന്നത് കാണുന്നത്, അദ്ദേഹം പോട്ടെ എന്ന് പറഞ്ഞ് ചുമല തട്ടിയപ്പോൾ ഇദ്ദേഹം പൊട്ടിത്തെറിച്ചു. നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, നിങ്ങളാണ് എൻ്റെ കുട്ടിയെ, നിങ്ങളാണ് ആളുകളെ ഇവിടെ കൊല ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. രാഷ്ട്രീയക്കാർ മുഴുവൻ കുഴപ്പക്കാരാണ്, നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊലക്ക് കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ച് പറഞ്ഞു. ഈ നേതാവ് ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ ശാന്തനായിട്ട് നിന്ന് കേട്ടു. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് തലതാഴ്ത്തി നിന്ന് ഒരക്ഷരം മിണ്ടിയില്ല. കൂടെ നിന്ന ആളുകൾ ഇങ്ങനെ ഒരല്പം തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹം അവരെ ശാന്തരാക്കുക ചെയ്തത്. ഒരക്ഷരം മിണ്ടില്ല. ഇദ്ദേഹം ഈ പറച്ചിൽ മുഴുവൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു പോകുന്നതിനിടയ്ക്ക് അവരെന്താ പറയുന്നത്, അത് സാറല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ അങ്ങനെയല്ല, സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ പറയും, നമ്മളത് കേട്ട് അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തകരെന്ന് വെച്ചാൽ. ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് കാണിച്ചു തന്നൊരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തേതാണ്. പിന്നീട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ എത്രയോ നേതാക്കളെ കണ്ടു, UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും CPMൻ്റെയും ഒക്കെ നേതാക്കളെ നമ്മൾ കണ്ടു. പക്ഷേ അതാണ് ഇവരിങ്ങനെയാണ് ചെയ്യേണ്ടത്, ആളുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് മുദ്രിതമാക്കി തന്ന ഒരു സംഭവം. വളരെ ചെറിയ പ്രായത്തിലായതുകൊണ്ട് എനിക്ക് ആ സംഭവത്തിൻ്റെ ഒക്കെ ശബ്ദവും കാര്യങ്ങളും എല്ലാം തന്നെ വിശദാംശങ്ങളോടെ ഓർമ്മയുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരാൾ ഒരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ അവർ നമ്മളെ തന്നെയാണ് ചീത്ത വിളിക്കുന്നതെന്ന് വിചാരിക്കുക, മുഖ്യമന്ത്രിയാണ് ചീത്ത വിളിക്കുന്നത്. പക്ഷേ അതിനവരെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മന്ത്രിയാണ് ചീത്ത വിളിക്കുന്നത്, അതിനവരെ പ്രേരിപ്പിക്കുന്ന ചില വൈകാരിക സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നത് പരമപ്രധാനമാണ് ഒരു ഭരണകർത്താവിന്, ഒരു പൊതുപ്രവർത്തകന്, ഒരു രാഷ്ട്രീയ നേതാവിന്. അത് നിങ്ങൾ മുഴുവൻ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിൽ, മന്ത്രിയാണെങ്കിൽ, നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ രോഷത്തോടെ നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യരെ മുഴുവൻ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്.
അത് കേൾക്കുന്നിടത്താണ് നിങ്ങൾ മഹാനായിട്ടുള്ള ആളാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മഹാനല്ല, നിങ്ങൾ പ്രാഥമികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത് അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ഇതിപ്പോൾ അവരുടെ അച്ഛൻ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പറയും, അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും പറയും, ഏത് മനുഷ്യനാണെങ്കിലും പറയും. അപ്പോൾ അത് കേൾക്കുക, നിങ്ങളെ ഞാൻ കേൾക്കുന്നു എന്ന എമ്പതി കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടായോ എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. ഞാനിത് എല്ലാ ദിവസവും, നമുക്കിപ്പോൾ എല്ലാ ദിവസവും വന്നിട്ട് ഈ സർക്കാരിനെ ഇങ്ങനെ ഒരു പുതിയ വന്നൊരു സർക്കാരാണ്, ഒരു ദുരന്ത സമയമാണ്, എല്ലാവരും കൂടി എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെ ആകെപ്പാടെ ഒച്ച വെച്ച് ബഹളം വെച്ച് ചീത്ത വിളിക്കുക, വിമർശിക്കുക എന്ന് പറയുന്നതും ശരിയായ കാര്യമല്ല. അവർ തന്നെ ആലോചിക്കട്ടെ, എത്രയാണ് നമ്മളെക്കാൾ മുതിർന്ന മനുഷ്യരാണ്, നമ്മളെക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. ഈ വി.ഡി. സതീശൻ പിന്നെ ആളുകളോട് ഷൗട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ ചൂടാവുന്നതും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കെ എതിർത്ത് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ദൃശ്യങ്ങളായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ അത് കടക്കുന്നൊരു സന്ദർഭത്തിലാണ് കേരളം പോലൊരു സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതമായ പദവികളിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എത്തിച്ചേരാവുന്ന ഏറ്റവും ഉന്നതമായ പദവികളിൽ ഇരിക്കുമ്പോൾ അങ്ങേയറ്റം വിനയാന്വിതരാവുക എന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. അത് സംഭവിക്കുന്നില്ല എന്ന തോന്നൽ നമുക്കുണ്ടാവുകയാണ്. പിന്നെ ഹർഷൻ നേരത്തെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, സംവിധാനങ്ങളെ ശിഥിലീകരിച്ച് കളഞ്ഞു. അതായത് ആളുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു. അവരുടെ പണിയല്ലേ അത്? നിങ്ങളിവിടെ നിൽക്കൂ, ഈ മഴക്കാലവും ഈ രോഗകാലവും കഴിയട്ടെ, നിങ്ങളെ ഞങ്ങൾ മാറ്റും എന്ന് തീരുമാനം എടുത്താൽ പോരെ? അല്ലെങ്കിൽ പിന്നെ റീപ്ലേസ് ചെയ്യുന്ന മനുഷ്യരെ പറ്റി അത്രമാത്രം വലിയ ഉറപ്പ് നമുക്ക് വേണം. ഇത് ഒരു 4 ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു ശവശരീരം, മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ട് അത് കൊണ്ടുപോകുമ്പോൾ ഒരു ഫ്രീസർ വെച്ചിരിക്കുന്ന ആംബുലൻസ് വേണം എന്ന ജാഗ്രത പോലും കാണിക്കാൻ പറ്റാത്ത സംവിധാനങ്ങൾ, അതൊരു MLA തന്നെയും ആവശ്യപ്പെടുമ്പോൾ അതുപോലും ജാഗ്രത കാണിക്കാത്ത സംവിധാനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. വർഷം ഒരു ഒറ്റ പോയിന്റ് കൂടെ ഒന്ന് ആലോചിച്ചു. ഇത് നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ നടന്നിട്ടില്ല എന്ന് കരുതുക, ഇത് 5ാം വർഷമാണെന്ന് കരുതുക, പിണറായി വിജയൻ സർക്കാരാണ് ഇത് ഭരിക്കുന്നത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് കരുതുക. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് രാജേഷ്, ഈ വെള്ളത്തിൽ വീണ രാജേഷിനെ ഡെഡ് ബോഡി ഇങ്ങനെ ഫ്രീസറില്ലാതെ പോകുന്നതെന്ന് ആലോചിക്കുക. പിണറായി വിജയൻ സർക്കാരിനോടാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടാണ് ഈ സ്റ്റിജി അവർ കുടുംബമായിട്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് ആലോചിക്കുക. എന്തുമാത്രം വലിയ ജനരോഷം വരും. ആ ജനരോഷം വരാത്തതിന് ഒരു കാരണമേ ഉള്ളൂ, ഇവർ ഫ്രഷ് ആയിട്ടുള്ളൊരു സർക്കാരാണ്, ഇവരെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഹിംസിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ പൊതുവിൽ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ആ ഒരു സൗമനസ്യം തിരിച്ചു കൊടുക്കാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് ഉടനടി ഇടപെടണം. 8ാം ദിവസമാണ് CP ജോൺ പോകുന്നത്, 8ാം ദിവസമാണ് ഫിഷറീസ് മന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നത്, 8ാം ദിവസമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി വിളിക്കുന്നത്. അത് ശരിയല്ല. നമ്മളത് വിമർശിക്കുകയല്ല, വളരെ വിനയത്തോടു കൂടിയും വളരെ വളരെ ആദരവോടുകൂടിയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ മഹത്തരമായ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങൾ വളരെ നല്ല മുഖ്യമന്ത്രിയും വളരെ നല്ല മന്ത്രിമാരുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. കുറെ കൂടെ എമ്പതറ്റിക്കായുള്ള നിലപാട്, നിങ്ങളുടെ സംവിധാനങ്ങൾ നിങ്ങൾ തന്നെ വന്ന ഉടനെ ആവേശപൂർവ്വം എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സംവിധാനങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നന്നാക്കിയെടുക്കൂ. മഴ നിൽക്കുന്നതായിട്ട് കാണുന്നില്ലല്ലോ, നാളെയും യെല്ലോ അലേർട്ടാണ്, എപ്പോഴാണ് മഴ അവസാനിക്കുക നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താനും എമ്പതറ്റിക് ആവാനും നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ, വാക്കുകൾ കൂടെ ഒരു ടൂളാണ്. ഈ പറയുന്ന സംവിധാനങ്ങൾ മാത്രമല്ല, വാക്കുകൾ കൊണ്ട് നിങ്ങൾ കുറെ കൂടെ കാര്യങ്ങളൊന്ന് സൗമനസ്യത്തിലേക്കാക്കാൻ ശ്രമിക്കൂ എന്ന് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നീണ്ടകരയിൽ നിന്നുള്ള ഗൗതം കൃഷ്ണ, വിഴിഞ്ഞത്ത് നിന്നുള്ള ജോൺ, ഷിജിൻ എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. കാര്യക്ഷമമല്ലാത്ത തെരച്ചിലിൽ പ്രതിഷേധിക്കുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഉറ്റവർ ഇപ്പോഴും ഉള്ളത്. 2 പിഞ്ചുമക്കൾക്കൊപ്പം മഴയത്ത് നടുറോഡിൽ സമരം ചെയ്യേണ്ടി വന്ന ആ പെൺകുട്ടിയെ ഇനിയും അവഗണിക്കാൻ സർക്കാരിനാവില്ല. മത്സ്യത്തൊഴിലാളികളെ കാണാതെ 8 ദിവസമായിട്ടും അവരെ കാണാനോ ആശ്വസിപ്പിക്കാനോ വകുപ്പ് മന്ത്രിയോ ജില്ലാ ഭരണകൂടമോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. കൃത്യസമയത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ചയിലും നടപടി ഉണ്ടാവേണ്ടതുണ്ട്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിൻ്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിലും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായുണ്ടായ പ്രളയ ദുരന്തത്തിൽ സംസ്ഥാനത്തൊന്നാകെ സംവിധാനങ്ങളെല്ലാം പാളി എന്ന വിമർശനവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. വിമർശനങ്ങൾ ഉയരുമ്പോഴും കലിതുള്ളി പെയ്ത മഴയിൽ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് ഏകോപനം ഉണ്ടായില്ല എന്ന് പിന്നീട് വിശദീകരിച്ചാലും മതി. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്കിലും കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും ചെയ്യാനും ആ തോന്നൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള വർത്തമാനങ്ങൾ നടത്താനും സംവിധാനങ്ങളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തയ്യാറാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്.